ഹലോ ഫ്രണ്ട്സ്, റിയൽ അയൺ കൊട്ടാരക്കരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കട്ടിലാണ്. സിംഗിൾ കോട്ടും ഡബിൾ കോട്ടിലുമായിട്ട് നിർമ്മിച്ചേക്കുന്ന സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച 2 കട്ടിലുകളാണ്. സാധാരണ ഉള്ള ആളുകളുടെ സംശയം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ട്യൂബിൽ നമ്മൾ കട്ടിൽ നിർമ്മിച്ച് കഴിഞ്ഞാൽ കട്ടിലിൻ്റേതായ അതേ ഒരു ഫിനിഷിങ് കിട്ടുമോ എന്നുള്ളത് പലർക്കും സംശയമാണ്. എന്നാൽ അതങ്ങനെയല്ല. നമുക്ക് കട്ടിൽ പൂർണ്ണമായിട്ടും നമുക്ക് കട്ടിലിൻ്റെ അതേതായ ഫിനിഷിങ്ങിൽ നമുക്ക് സ്ക്വയർ ട്യൂബിൽ നിർമ്മിക്കാവുന്നതാണ്. ഇതിൻ്റെ കാല് നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ്. 3x3 സ്ക്വയർ ട്യൂബാണ് നമ്മൾ കാലിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ മെയിൻ ചട്ടം ഇത് 3x1.5 സ്ക്വയർ ട്യൂബാണ്. 3x1.5 മീൻസ് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ച് വീതി, 1.5 ഇഞ്ച് കനം. ഇത് ഡബിൾ ബോൾട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡബിൾ ബോൾട്ടിട്ട് മുറുക്കിയേക്കുവാണ്. ഈ 4 സൈഡും നമ്മൾ അത്രയും അതേ ബോൾട്ടിട്ടാണ് നമ്മൾ മുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടംപററി മോഡലും അതുപോലെ തന്നെ ട്രഡീഷണൽ മോഡലുമായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ ഈ മോഡൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ട്യൂബിൽ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷേ നമുക്കത് അങ്ങനെയല്ല. നമുക്ക് ഈ സാധാ കട്ടിൽ, പണ്ടത്തെ മോഡൽ ഡിസൈനിലുള്ള കട്ടിലുകളില്ലേ, ഡിസൈൻ വെട്ടിയ മോഡൽ കട്ടിലുകൾ, അപ്പോൾ അതേ ഡിസൈനിൽ തന്നെ നമുക്ക് ഈ മോഡൽ കട്ടിലുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഷീറ്റിൽ നമുക്ക് ഡിസൈൻ കൊത്തി നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലൈവുഡ് 18 mm പ്ലൈവുഡാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലൈവുഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഈ ബോൾട്ട് വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാ സൈഡിലും കുറുക്കുചട്ടമാണ്. ഏകദേശം 6ഓളം കുറുക്കുചട്ടമാണ് നമ്മളിതിന് സപ്പോർട്ടിനായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ തടിയിലുണ്ടാക്കുന്ന കട്ടിലിൻ്റെ അതേ സെറ്റിങ് തന്നെയാണ്. 3 പീസായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ബോൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ജോയിൻറ്റ് ഉള്ള ഷാർപ്പ് കട്ടിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടാണ് ഇതിലോട്ട് കയറ്റി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഭാഗത്തെ ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൽ തന്നെയാണ്. ഈ സ്ക്വയർ ട്യൂബുകൾ 1.5 അരയുടെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൻ്റെ ഈ ഒരു സ്ക്വയർ ട്യൂബ്. അതുപോലെ തന്നെ ഇവിടെ 2 ബാക്കിയെല്ലാം വരുന്ന 1/2 അരയുടെ ട്യൂബുകളാണ് നമ്മളിങ്ങനെ ഭാഗിക്കുന്നത്. അതേ മോഡൽ തന്നെയാണ് നമ്മൾ ഈ സിംഗിൾ കോട്ട് കട്ടിൽ ചെയ്തിരിക്കുന്നത്. അതേ പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയ ചട്ടത്തിൽ കൊടുത്തിരിക്കുന്നതും 1.5 അരയുടെ സ്ക്വയർ ട്യൂബുകൾ തന്നെയാണ്. നമുക്ക് ഇവിടെ തന്നെ പല മോഡലുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷീറ്റിൽ നമുക്ക് ഡിസൈൻ കൊത്തി നമുക്കിവിടെ വേറൊരു മോഡൽ ചെയ്യാം. പല മോഡലുകളും നമുക്കത് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ സ്ക്വയർ ട്യൂബിൽ നമുക്ക് നിർമ്മിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഈ കട്ടിലിൻ്റെ പ്രത്യേകത. നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വില കുറച്ച് എന്ന് അവകാശപ്പെടുന്ന പല ഫർണിച്ചറുകളുണ്ട്. അതായത് തടി നമുക്ക് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർ ഫുള്ള് പെയിൻ്റ് അടിച്ച് ഡിസൈൻ കൊത്തി വെക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു ലോങ് ലൈഫ് കാണത്തില്ല, ഒരു 2-3 കൊല്ലം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അത് ദ്രവിച്ച് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് നമ്മുടെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച കട്ടിലുകൾ. ഇത് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പം നമ്മളിവിടെ നിർമ്മിക്കുന്ന കട്ടിൽ ലോങ് ലൈഫ് ഗ്യാരണ്ടിയാണ് നമ്മൾ നൽകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇത് ആവശ്യമുള്ളവരും ഇതിൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് മോഡലാണ് വേണ്ടുന്നത്, അതായത് നിങ്ങൾക്കിപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് പല ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും ഷീറ്റിനകത്ത്. അപ്പോൾ ആ ഡിസൈൻ തരുന്നതനുസരിച്ച് അതേ മോഡലിൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്.
നമുക്ക് ഈ കട്ടിൽ മാത്രമല്ല, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം ഫർണിച്ചറുകളും നമ്മൾ സ്ക്വയർ ട്യൂബിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ അറിയാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം റിയലയൻ കൊട്ടാരക്കര എന്ന ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.